പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ എന്നും ഒരുപോലെ വയ്ക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഒരു താല്പര്യക്കുറവായിരിക്കും. ഇതുപോലെയൊക്കെ വ്യത്യസ്ത രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ പൊറോട്ടയുടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ആവശ്യമില്ല. ചെറിയ ഉള്ളി, വറ്റൽമുളക്, പെരിഞ്ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം, ഇത്രയും മതി. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം. സവാള ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി ഒരു ചിക്കന് ഒരു 1/2 കിലോയോളം ചെറിയ ഉള്ളി വേണം. വറ്റൽമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പെരിഞ്ജീരകം ചെറിയ ഉള്ളിയും ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കി വെക്കണം. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കണം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെളിച്ചെണ്ണ കൂടുതൽ വേണം. അതൊഴിച്ചിട്ട് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വറ്റൽമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പിടിയോളം പെരിഞ്ജീരകം അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഞാനിടുന്ന വീഡിയോകൾ തുടർന്നും കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വാടി വരുന്നതിന് വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറാവണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ചിക്കൻ എല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇത് മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇതിൽ ആവശ്യമില്ല.
ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെ അത് വെന്തുകൊള്ളും. ചെറിയ തീയിൽ വെച്ച് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് വേവിക്കാം, അടച്ചു വെച്ച് വേവിക്കാം. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ടേസ്റ്റിയായ ചിക്കനാണ്. ഇതുപോലെ ഒന്ന് വെറൈറ്റിയായി ചിക്കൻ കറി തയ്യാറാക്കി നോക്കുക. ചിക്കനെല്ലാം നല്ലതുപോലെ വെന്തതിന് ശേഷം കുറച്ചുകൂടി കറിവേപ്പില, മല്ലിയില, രമ്പയില ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ കറിയാണ്.